നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് നല്ല കാര്യങ്ങൾ നടന്നിട്ടാണ് ഹാപ്പിയാവുന്നത്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് ഇത്. സംഭവം എല്ലാം തിരിച്ചാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പോലും വർക്ക് ചെയ്യുന്നത്, നമ്മൾ സാറിന് വിചാരിക്കുക നമുക്ക് ദേഷ്യം വരുമ്പം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയല്ലേ, നമ്മുടെ മുഖത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ വരുന്നോ, അത് നിങ്ങൾ ദേഷ്യം വരാത്ത സമയത്തും ചെയ്ത് നോക്ക്. നിങ്ങളുടെ ബ്രെയിനിനെ വിചാരിക്കുന്ന അയ്യോ അപ്പോൾ പ്രശ്നമുള്ള സമയം ആയിരിക്കുമെന്ന് പുള്ളി അന്നേരം പ്ലാൻ മാറ്റും. ബ്രെയിനെ നമുക്ക് ഈസി ആയിട്ട് കളിപ്പിക്കാൻ പറ്റുന്നൊരു അവയവമാണെന്നാണ് പറയുന്നത്. അതായത് നമുക്കിപ്പം നമ്മൾ സാറിന് സന്തോഷം വരുന്ന സമയത്ത് എന്താണോ നമ്മൾ ചെയ്യാറുള്ള എക്സ്പ്രഷൻ, അത് നിങ്ങൾ സന്തോഷം ഇല്ലാത്തപ്പോൾ ചെയ്ത് നോക്ക്. ബ്രെയിൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. ഇവനെന്താ ഭയങ്കര സന്തോഷമാണല്ലോ, എന്നാൽ സന്തോഷം കൊടുത്തേക്കാൻ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. അതായത് അതുകൊണ്ടാണ് ഈ ലാഫിംഗ് ക്ലബ്ബുകളൊക്കെ ഇത്രയും വളർന്നതിൻ്റെ കാരണം. പല ടൗണുകളിലും വലിയ സിറ്റികളിലൊക്കെ ലാഫിംഗ് ക്ലബ്ബുകളുണ്ട്. രാവിലെ ആൾക്കാർ ഒന്നിച്ച് കൊടുത്ത് ചുമ്മാ ഒന്ന് പൊട്ടിച്ചിരിക്കുവാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാമെന്നറിയാം. ചുമ്മാ വെറുതെ പൊട്ടിച്ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ബ്രെയിനിന് തോന്നുകയാണ് ഇവന് ഭയങ്കര സന്തോഷമാണല്ലോ, എന്നാൽ സന്തോഷമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് പുള്ളി സന്തോഷം ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മാത്രമേ ഹാപ്പിനെസ് കിട്ടുള്ളൂ. നമുക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാമെന്നറിയാം. ചുമ്മാ ഓൺ ചെയ്ത് നിങ്ങൾക്ക് വേണേൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. നിങ്ങളുടെ നാട്ടിൽ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ ഒന്നിച്ച് കൂട്ടിയിരുന്ന് ചുമ്മാ ഒരു 15 മിനിറ്റ് ചുമ്മാ പൊട്ടിച്ചിരിച്ച് നോക്കുക. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് വരും. ഭയങ്കര ഹാപ്പി അറ്റ്മോസ്ഫിയർ വരും. ഇത് ഹാപ്പി ആയിട്ട് അറ്റ്മോസ്ഫിയർ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പ്രാക്ടീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ജീവിതം മുഴുവൻ നമ്മളിവിടെ ഒരു ട്രേഡ് ചെയ്ത് കുറച്ച് കാശുണ്ടാക്കാമെന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഇവിടെ ഇതൊന്നും അല്ലല്ലോ പറയുന്നതെന്നൊക്കെ തോന്നാം. ഇതൊക്കെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും ഹാപ്പി ആയാലേ കാര്യമുള്ളൂ. എത്രയോ ആൾക്കാർ, നിങ്ങൾക്കറിയാവുന്ന എത്രയോ ആൾക്കാർ പൈസ ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരുണ്ട്, ഹാപ്പി അല്ലാതെ ജീവിക്കുന്നൊരു ഇഷ്ടം പോലെ ഇല്ലേ. അപ്പം നമുക്ക് പൈസയോടൊപ്പം തന്നെ ബാക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട മറ്റ് കാര്യങ്ങളൂടെ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഉണ്ടായിക്കഴിഞ്ഞ് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നന്ദിയുള്ള ആൾക്കാരായിട്ടിരിക്കുക. ഒരു കാര്യം ഈസി ആയിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു കാര്യം ഒന്നും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ അതിനുള്ള പൈസ കൊടുക്കണം എന്ന് പറയും. പേ ദ പ്രൈസ്, വി ഹാവ് ടു പേ ദ പ്രൈസ് എന്ന് പറയും. നമ്മൾ ഏത് മഹത്തരമായ കാര്യവും ഈസി ആയിട്ട് നടക്കുമെന്ന് വിചാരിക്കരുത്. ഒന്നും ഈസിയല്ല, ഒരു പരിപാടി ഈസിയല്ല. ചില ആൾക്കാരിങ്ങനെ ഈസി ആയിട്ടുള്ള പരിപാടി അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. ഇവിടെ വന്നൊന്ന് നോക്കും, ഒരു മാസമൊക്കെ നോക്കും. അപ്പോൾ അവർ വിചാരിച്ച പോലെ ഈസിയല്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഈസിയാന്ന് തോന്നി, വിചാരിച്ച പോലെ ഈസിയല്ല അല്ലേ. അപ്പോൾ വേറൊരു പരിപാടിക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേനും അവിടെയും പ്രശ്നം തന്നെ. അവിടെ ഒരു മാസം നിൽക്കും. അവിടെ കഴിയുമ്പോഴത്തേനും അവിടെയും ഈസിയല്ല. പിന്നെ വേറൊരു സംഭവം അന്വേഷിക്കാമെന്ന് വിചാരിക്കും. പിന്നെ കറങ്ങി തിരിച്ച് പിന്നെ വരും, പിന്നെ പോവും. ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഈസി അന്വേഷിച്ച് നടക്കൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യത്തില്ല. ചുമ്മാ അവിടെ ഈസി ആയിരിക്കും. ഒരു സ്ഥലത്തും ഫ്രീ മീൽസ്, ഫ്രീ ലഞ്ച് ഇല്ല എന്നുള്ളവരെ നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. എവിടെയും അധ്വാനം വേണം, ക്ഷമ വേണം, ഡിസിപ്ലിൻ വേണം. ഇതെല്ലാം ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമാണ്. അത് മാക്ലനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമുക്കൊരു സംഭവത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായെങ്കിൽ അവിടെ നിൽക്കുക, പഠിക്കുക, മിസ്റ്റേക്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മാസ്റ്റർ ആകുക. അങ്ങനെ മാത്രമേ മാസ്റ്റർ ആകാൻ പറ്റുള്ളൂ. അങ്ങനെ മാസ്റ്റർ ആകാൻ പറ്റും ഏതൊരാൾക്കും. നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനേക്കാളും എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഡിസിപ്ലിൻ ആൻഡ് ഡെഡിക്കേഷൻ. നമ്മളൊരു കാര്യത്തിൽ ഡിസിപ്ലിൻഡായിട്ട്, ഡെഡിക്കേറ്റഡായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എവരിഡേ. അതാണ് വലിയ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെല്ലാ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിരിക്കാം. എല്ലാ ദിവസവും കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്തിരിക്കുന്നവർ വേറെ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്തിട്ടുള്ളവരല്ല.